ഹലോ. ഹലോ. എവിടെയുള്ളത്? ഞാന് ഷോപ്പിൽ തന്നെയുണ്ട്. നിന്റെ വിളി പ്രതീക്ഷിച്ചായിരിക്കുന്നു. എന്തായി? ഉം. ഉം. എന്താ എന്നെ പ്രതീക്ഷിച്ചത്? എന്റെ വിളിയുന്നു? അല്ല, നീ വരാന്ന് പറഞ്ഞോണ്ട് അതായിരിക്കും അറിയാൻ വേണ്ടിട്ട്. അതൊന്നുമില്ല. പിന്നെ ഇല്ലേ, എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞോ? എന്ത് കാര്യം? അല്ല, പനിച്ചിട്ട് ആ ഇരിക്കുമ്പോ ഇക്കാന്റെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ നോക്കില്ലേ. ആ നീ പിന്നെ പറയാന്ന് പറഞ്ഞേ. ആ ആ അത് നീ അത് അന്നെനക്ക് അത്ര വലിയ ഉറപ്പില്ലേനും എന്നാണ്. എന്നാ സംഭവം എന്നാ? അത് പിന്നെ ഇന്നലെയും അങ്ങനെ ഉണ്ടായി കേട്ടാ. എന്നാ ഇങ്ങനെ അയാള് ഇങ്ങനെ ഇത് മറ്റേ വാതിലടച്ചിട്ട് ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ നോക്കുവേ. അപ്പൊ അനക്ക് ഇത് അധികം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിചാരിച്ച വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിനി. അപ്പൊ ഇന്നലെ ഞാൻ എന്നിട്ട് അപ്പൊ ഈ ഭാഗത്ത് ജനലിങ്ങനെ തുറന്നിട്ടില്ലേ കുറച്ച്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് മെല്ലെ പോയി നോക്കി. നോക്കുമ്പോ ഒക്കെയുണ്ട്. മറ്റേ ഇങ്ങനെ കുറച്ചിങ്ങനെ തുണി ഇങ്ങനെ ഫോൺ ഇങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് മുമ്പില്. എന്നിട്ട് ഒക്കെയുണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന അതിന്റെ മുമ്പിൽ. ഫോൺ തുറന്നിട്ട് എങ്ങനെ വീഡിയോ കോളാ? എന്നാ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു അതിന്റെ അകത്ത്. അപ്പൊ ജനലിന്റെ ഭാഗത്തായതാണെന്ന് ഞാൻ കണ്ടിനി. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാകാനാ? ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് നോക്കി. അപ്പൊ ഇത് ഇങ്ങനെ മറ്റേ ഒരു മാതിരി ഡാൻസ് കളിക്കുന്ന പോലെയല്ലോ ഇങ്ങനെ ഫോണിന്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഡാൻസ് കളിക്കാൻ അറിയാവോ? ആ ഡാൻസ് പോലത്തെ എന്തോ ഒന്ന് മറ്റേ എന്നാ പറയണ്ടേ, എനിക്ക് തന്നെ മനസ്സിലായില്ല എന്നാ ചെയ്യുന്നു. അപ്പൊ ഈ ഫോണിൽ ഈ പെണ്ണിനെ കണ്ട പെണ്ണ് ചിരിക്കുകയും എന്തെല്ലോ ചെയ്യുന്നുണ്ട്. എനക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ നിന്നോട് ചോദിക്കാൻ ഞാൻ ചോദിച്ചു, ഞാൻ ഇതെന്താ തിരിയായിട്ട് പേടിയാകില്ലേ? ഞാൻ അയാൾ കണ്ടിട്ടൊന്നുമില്ല നോക്കുന്നേ. ഇതെന്നായിരിക്കും അറിയാവോ? എന്നാല് ഇന്ത്യക്കാർക്ക് നല്ലൊരു പണി വരാൻ പോകുന്നുണ്ട്. ഇത് ഫോണില് ഒരു പെണ്ണിന്റെ വീഡിയോ കോളിൽ ആളുണ്ട് എന്നുള്ളൊരു ഉറപ്പാ, ഒരു പെണ്ണുണ്ട് എന്നുള്ളൊരു ഉറപ്പാ. ഞാൻ കണ്ടതാ. അതായത് ഇപ്പം കുറച്ചൊരു സംഭവം മുമ്പെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വീഡിയോ കോളിലൂടെ ഇയാള് കളിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്നതെങ്കിൽ മുന്നിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇയാള് ഡാൻസ് കളിക്കുന്നത് വെച്ചാല് അവള് പറഞ്ഞ പ്രകാരമായിരിക്കും. മുമ്പിനകത്ത് ഇത് എന്താ പറയാ, ഈ കളിക്കുന്ന ഈ ഐറ്റംസ് കാണിച്ചുകൊണ്ടായിരിക്കും ഇയാള് കളിച്ചിട്ടുണ്ടാവുക, തുള്ളി കളിച്ചിട്ടുണ്ടാവുക. എങ്ങനെ എന്നോട് പറയണ്ടേ? മനസ്സിലായി. അപ്പൊ ഇക്ക പെട്ടുന്നല്ല, മൊത്തത്തിൽ പെടും അങ്ങനെയാണെങ്കിൽ. അല്ല, അത് ഇയാൾക്ക് നിന്റെ സൂക്കടാണ്, എനിക്ക് ചോദിക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ദിവസമായിട്ട് ഇയാൾക്ക് കളിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലേ എന്റെ വെച്ചി. കൊറേ മുമ്പേ ഞാൻ പറഞ്ഞു എന്തിട്ടാന്ന് അറിയില്ല എനക്ക് കണ്ടുപിടിക്കുന്ന് പറഞ്ഞിട്ടില്ലേ. ഇയാളത് ഇമാതിരി ഇത് നാട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും. പിന്നെ അതൊന്നും എനക്കറിയില്ല. ഞാൻ പെണ്ണിനെ കണ്ടിരുന്നേ ഉള്ളൂ. എനക്ക് അറിയുന്നൊന്നുമല്ല. അല്ല, അതല്ല അങ്ങനെ. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇയാളെ നന്നായിട്ട് കൊടുക്കും കേട്ടാ. ഇനിയൊന്നും ചെയ്യുവാ? ഇനിയൊന്നും ചെയ്യല്ലേ, കാത്തിരിക്ക പറഞ്ഞ. നീ അയാളോട് ചോദിച്ചു നോക്കറാ, ഇത് ആന്നാ ഞാൻ ഇന്നലെ കണ്ടേ, എന്ത് ഡാൻസാ ചെയ്യുന്ന ചോദിക്കറിയുന്നോ? അറിയാതല്ലോ ചോദിച്ചു. അല്ല, നീ ഒളിഞ്ഞു നോക്കി പറയണ്ട. നീ ഇങ്ങനെ ഞാനിങ്ങനെ സൗണ്ട് കേട്ടില്ലല്ലോ ഉള്ളുന്ന്, അങ്ങനെ ചോദിക്കാതിരുന്നില്ലേ? അയാള് വാതിലടച്ചിട്ടല്ലേ ഉള്ളത്. അന്നേരം നീ ഏലിയ കണ്ടിന് ഞാൻ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അന്റെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ? നീ എനിക്ക് പറഞ്ഞാ എനിക്ക് പറഞ്ഞൂടെ? നീ ഫോണ് മേടിച്ച് നോക്കണം. അത് വേണ്ട, നേരെ അങ്ങോട്ടും ഓ കൊഴപ്പാക്കാണ്ട് പറയണോ സത്യം? ഞാനിങ്ങനെ ജനലിന്റെ ഉള്ളിട്ട് കണ്ടു. അത് പറയുമ്പോ ചിലപ്പോ ദേഷ്യം വരും. അത് പിന്നെ എല്ലാം കൂടി നമ്മളെ കളിയും എല്ലാം കൂടി വിഷയവും. അതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ഒപ്പിക്കുക? ഇതാണേ ഇയാളെ കളിന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതാണ് അയാൾക്ക് എന്തെന്ന് വെച്ച് കളിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തത്. അത് പറയാൻ പറ്റില്ല. അത് നീ പറഞ്ഞില്ല ഇടക്കിടക്ക് പുറത്തു പോകുന്നുണ്ട്. ചിലപ്പോ ഈ
ഫോണിൽ വന്ന അവരപ്പുറം കളിക്കാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പോന്നെങ്കിലും അങ്ങനെ പോവാ? ഒന്നും പറയാൻ പറ്റൂല കേട്ടാ. അപ്പൊ പെണ്ണ് അന്നേരം എവിടെ ഇരിക്കും? അമ്മോ അല്ല, ഇത് ഗൾഫിന്നേ ഇയാളുള്ള ഇത് കണക്ഷൻ ആണെങ്കിലും അതും പറയാൻ പറ്റൂല. ഇയാള് വിചാരിച്ച പുള്ളിയൊന്നല്ല, ആളത്ര അത്ര പാവൊന്നും അല്ല കേട്ടോ. അപ്പൊ നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ആളാന്നാല് ചെയ്യണ്ടേ. അതായത് വെറുതെ അല്ല ടാക്ക് നിന്നെപ്പുറം കളിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ. പിന്നെ രണ്ടാമെന്ന് വെച്ചാല് അത് നിന്നെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം നിന്നെപ്പുറം കളിക്കുന്ന. അപ്പൊ ഉമ്മയോട് പറഞ്ഞാലോ? നീ ഉമ്മയോടൊന്നും പറഞ്ഞ കണ്ട നന്ന പ്രശ്നമാവും. തൽക്കാലം ഇനി എങ്ങനെയാ നീ അത് നേരിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റുമോ? എനിക്ക് കണ്ടിട്ടാകുമ്പോ നീ നേരിട്ടിട്ട് അത് പറയുന്നതായിരിക്കും നല്ലത്. നേരിട്ട് കാണുമൊന്നുമില്ല, അയാള് വാതിലടച്ചിട്ടുണ്ടാവുക. അന്നേരം മുട്ടി വിളിക്കണോ? എന്തിനാ വാതിലടച്ചെന്ന് വെച്ചിട്ട്? ഇനി ഞാൻ കണ്ടാ വെറുതെ ഒന്നും വിടൂല. കൂടുതൽ പ്രശ്നമാക്കണ്ട, ലാസ്റ്റ് നമ്മളെ കളിക്ക് ബാധിക്കറ്. ഞാൻ വിചാരിച്ചേ പെടാനൊന്ന് അയാളല്ലേ, അയാള് കളിക്കട്ട്, നമ്മള് മോശമൊന്നുമല്ലല്ലോ. അങ്ങനെയല്ലല്ലോ. അതിനെന്നാ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരേ പാത്രത്തിന് കുറെ കാലം ഭക്ഷണം കഴിക്കുമ്പോ ആൾക്കാർക്ക് ചെറിയ മടുപ്പെല്ലാം ഉണ്ടാവും. ആ മടുപ്പ് അയാൾ തീർച്ചയായിരിക്കും. പിന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ കൊറേ ഇതൊന്നുമില്ലല്ലോ. അതിപ്പോ നീ അങ്ങനെയല്ലേ? അല്ല അത് ഞാൻ പിന്നെ എന്താ പറയണ്ടേ, അയാള് കളിക്കാൻ വരാന്നുണ്ടല്ലേ. ഇതിപ്പോ എന്താ ചെയ്യാന്നാല്? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ചെറിയ കൂട്ടറെ പറ്റിക്കാൻ പൈസ പിടുങ്ങാൻ വേണ്ടി ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുമ്പെന്റെ ഒരു സുഹൃത്ത് ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കോൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ഡ്രസ്സ് അയക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെ ലാസ്റ്റ് പേടിയായി. പക്ഷെ അത് ബാത്റൂമിൽ നീ നിന്റെ ഒരു ഷർട്ടിൽ അയക്കാൻ പറഞ്ഞ പോലും വീഡിയോ കോൾ വെച്ചിട്ട് അപ്പോൾ ഓഫ് ചെയ്തിട്ട് പോയി കളഞ്ഞു. അപ്പൊ ഇത് അങ്ങനെ ഒരു ഇതാണല്ലേ പരിപാടി? അല്ല അറിയില്ലേ, ഞാൻ പറഞ്ഞ അങ്ങനെയാകാം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പൈസ കഴിക്കും. ഇത് വീഡിയോ കോളാങ്ങ് അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇത് കാണിക്കും, പുറത്ത് കാണിക്കും, അല്ലെ നിന്റെ ഭാര്യയൊക്കെ കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ട് ശരി പൈസ കഴിക്കും അങ്ങനെയാണെങ്കിൽ. ഇനി അതല്ല ഇവര് നല്ല ഇതിൽ ഇഷ്ടത്തോടു കൂടി കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആവുന്നില്ല, അവര് കളിച്ചായിരിക്കും. പെട്ടിട്ടുണ്ട പോടട്ട്, ഞാനിപ്പോ നെയ്യുണ്ട് പെട്ടിട്ടുണ്ടെങ്കിൽ പൈസ കുറച്ച് പോകും. പോട്ട് എന്നിട്ട് എനിക്കെന്നല്ലേ നഷ്ടം? ഇല്ലേ പിന്നെ ഞാൻ പിന്നെ കാനോട് ചോദിക്കണം. ചോദിക്കണേ ചോദിക്കണ്ടെങ്കിൽ ഇപ്പം ഇനി അന്ന് നീ ചോദിക്കണ്ടെങ്കിൽ ഇപ്പം ചോദിക്കുമ്പോ അങ്ങനെയൊന്നുമില്ല, നീ നാട്ടിൽ നിന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവുണ്ടോ? അന്ന് പിന്നെ എനക്ക് ഉറപ്പില്ലല്ലോ എന്നാണ്. എനിക്കിതൊന്നും അറിയില്ല. നീയല്ലേ ഇത് എന്താണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അതെല്ലാം പഠിക്കുന്ന? എനക്കിതൊന്നും അറിയില്ല, ഇങ്ങനെ ഓരോന്ന് കാണുമ്പല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടാ. ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് അതുകൊണ്ട് അതിന് ഫോണിലേ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഫോണിലെ കൂടി തന്നെയല്ലേ ഡാൻസ് കളിക്കാനും പറഞ്ഞാ പിന്നെ നീ വേറെ എന്നാ വേണ്ടേ? അല്ല നമുക്കൊരു ഡാൻസ് കളിച്ചാലേ. ഞാനിവിടുന്ന് കാര്യം പറയുമ്പോ അല്ല ഇപ്പം കാര്യം പറയുമ്പോ കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പൊ നീ വേറെ ചെയ്യാ ഒന്നിക്ക് ആളോട് നേരിട്ട് ചോദിക്കുക. എന്തായാലും നീ ഉമ്മാനോട് പറയാൻ നിൽക്കണ്ട, അത് കൂടുതൽ കുളമാക്കി കളി. എന്തായാലും ഉമ്മയെ അറിയും ഞാൻ അതങ്ങനെ ഒറ്റപ്പാടാക്കുമ്പോ.
ഇനി ഒച്ചപ്പാടാക്കാനും നിൽക്കണ്ട, അത് സാവധാനം കണ്ടുപിടിക്കുക. ഇനിയിപ്പോ എന്തായാലും ലീവ് കഴിഞ്ഞ് പോകാനായില്ലേ. ഇപ്പൊ അങ്ങെത്തിയിട്ട് അയാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കെന്നാ അറിയാൻ പറ്റും. എന്നും ചോദിക്കാം ഞാടന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ നീ അറിഞ്ഞെന്നുള്ളത് ഇത് കിട്ടുന്ന ഒരു ചെറിയ പേടി ഉണ്ടാവും. പിന്നെ അത് തിരിച്ചും ഉണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും ചോദിച്ചു നോക്കും. എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ചോദിക്കും. നീ എന്നെ വിളിക്കുന്ന നമ്പറിലും ഫോണിൽ ഡിലീറ്റ് ചെയ്ത് കളയണം കേട്ടോ. എന്തിനീ എന്റെ ഫോൺ നോക്കുന്നു? അഥവാ ഫോൺ ആരെങ്കിലും നോക്കി നിന്റെ ഫോൺ നോക്കട്ടെ, നീ അത് പറയുമ്പോ ചിലപ്പോ ദേഷ്യം പിടിച്ച് നിന്റെ ഫോൺ നോക്കട്ടെ, നീ എന്താ ക്ലിയർ ആണെന്ന് ചോദിച്ചാൽ നീ ആരെയും വിളിക്കില്ല, ഞാനെന്താ ചങ്ങായിനെ വിളിച്ചാൽ പറഞ്ഞാൽ പറയാൻ പറ്റും. ചങ്ങായിനെ വിളിച്ചാൽ ഞാൻ പറയില്ലേ നേരം. പിന്നെ എന്തിനാ ഞാനത് ഇതിന്റെ അകത്ത് മൊബൈലിൽ പിടിച്ചു വെക്കും, വീഡിയോ എടുത്തു വെക്കും. ആരും കാണാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഉത്തരവൊന്നുണ്ടല്ലോ പറയാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യും. ഇനി ഇതിന്റെ ഇടയില് നമുക്ക് പോണ്ട കാര്യം മറന്നതല്ല, മനസ്സിലായില്ലേ? ഞാനിപ്പം വിചാരിച്ചു നീ അതിനാന്ന് വിളിക്കാൻ നോക്കുമ്പോ ഇങ്ങനെ ഒരു കാര്യം പറയണ. ഞാനിത് പറയാൻ വേണ്ടി വിളിച്ചത്. അത് നോക്കിട്ട് ചെയ്യട്ടോ. എന്നാ പിന്നെ ടെൻഷനായി. അത് വിട്, നീ നമ്മളെ കളീന്റെ കാര്യത്തിലേക്ക് വാ. അത് ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് വിളിക്കും.